എന്നെ യാദൃച്ഛമായിട്ട് കേൾക്കുന്ന ജീവിതമേ, നീ ഒരു പക്ഷേ ഇതിനെ എതിരെ നിൽക്കുന്ന വ്യക്തിയായിരിക്കും. നീ ആയിരിക്കുന്നിടത്ത് നിന്റെ വിശ്വാസം നീ ഒത്തിരി ഉയർത്തിപ്പിടിക്കുന്ന ആളായിരിക്കും, നല്ലത് തന്നെ. പക്ഷെ പീഡനമോ പ്രതികൂലമോ നിന്നിൽ നിന്നോ നിന്റെ കുടുംബത്തിൽ നിന്നോ ഉണ്ടെങ്കിൽ വളരെ ഗൗരവമായി ഇതിനെ കാണണം. ഒരു ശൗലിനെ പൗലോസാക്കിയ ഒരു ദൈവം അപ്പോൾ തന്നെ മനസ്സിലാക്കണം. ഒരു ശൗലിനെ പൗലോസാക്കിയെങ്കിൽ ഒരു ഹെരോദാവിനെ, ഒരു കൃമിക്ക് ഇരയാക്കിയ ദൈവമാണ് നമ്മുടെ ദൈവം. ഒരു ഫറവോനെയും അവൻ്റെ സൈന്യത്തെയും ചെങ്കടലിൽ മുക്കി കൊന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് മറന്നുപോലെ ഈ പടയിൽ പൊരുതാൻ നിങ്ങൾക്ക് ആവശ്യമില്ല. സ്ഥിരമായി നിന്ന് ദൈവം നിന്നോട് കൂടെയുണ്ട്. ഈ പ്രശ്നം നീ ദൈവകരങ്ങളിൽ കൊടുത്തേര്. നിനക്ക് അത്രയും ലക്ഷത്തിൻ്റെ കടം വീട്ടാൻ നിനക്ക് പറ്റത്തില്ല. ആ കോടികളുടെ കടം നിനക്ക് വീട്ടാനൊക്കത്തില്ല. നിനക്ക് തെറ്റിപ്പോയ വ്യക്തിയെ മടക്കി കൊണ്ടുവരാനൊക്കത്തില്ല. നിനക്ക് ഡിവോഴ്സായ ഭാര്യയെ മടക്കി കൊണ്ടുവരാനൊക്കത്തില്ല. നിനക്ക് ആ ഡിവോഴ്സിൻ്റെ വക്കിൽ നിൽക്കുന്ന ആ സൗര്യയെ നിനക്ക് മടക്കി കൊണ്ടുവരാനൊക്കത്തില്ല. പക്ഷേ ഹൃദയങ്ങളെ തിരിക്കുന്ന ദൈവം, രാജാക്കന്മാരുടെ ഹൃദയം ദൈവത്തിൻ്റെ കാര്യങ്ങളെ നീർത്തോട് കണക്കിരിക്കുന്നതാണ്. ഇഷ്ടം കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് തിരിക്കാൻ കഴിയും. ദൈവത്തിന് സാഹചര്യങ്ങളെ മാറ്റാൻ കഴിയും. ദൈവത്തിന് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും. ധൈര്യമായിട്ടിരുന്ന് നോക്കണം.